പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വലിയ നോമ്പിലെ 6-ാം ഞായർ, യേശു അന്ധനെ സുഖപ്പെടുത്തുന്ന സമീയോ ഞായർ. ഈ ദിനത്തിൽ നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള 2 സുവിശേഷ ഭാഗങ്ങൾ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ഗ്രന്ഥമെടുത്ത് ഈ 2 സുവിശേഷ ഭാഗങ്ങളും ഒരുമിച്ചൊന്ന് വായിക്കുക. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ യേശു ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തുന്ന സംഭവവും അതുവഴി യേശു യഹൂദ നേതാക്കന്മാരുടെ ആത്മീയ അന്ധതയെ ചൂണ്ടിക്കാട്ടുകയും യേശു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന തിരുവചന ഭാഗമാണിത്. യേശുവും ശിഷ്യന്മാരും കടന്നു പോയപ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. യേശുവിൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും സഹനങ്ങളുടെ നടുവിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാനാകുമോ? ദൈവം ഇതനുവദിച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നിൽ പ്രകടമാകാൻ വേണ്ടിയാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഇത് വിശ്വാസത്തിൻ്റെ വളരെ ഉയർന്ന ഒരു തലമാണ്. വലിയ നോമ്പിലെ ഞായറാഴ്ചകളിലെ വായനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വിശ്വാസ വളർച്ചയുടെ പാത നമുക്ക് വളരെ വ്യക്തമാകും. നോമ്പിൻ്റെ 1-ാം ഞായറിൽ കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ച അടയാളം കണ്ട് അനേകർ യേശുവിൽ വിശ്വസിച്ചു. 2-ാം ആഴ്ചയിലെ പഴയ നിയമ വായനയിൽ നിന്നുള്ള കുഷ്ഠരോഗിയായ നാമാൻ ഏലിഷ പ്രവാചകനിലൂടെ ദൈവം തൻ്റെ കുഷ്ഠം അത്ഭുതകരമായി മാറ്റിയതു കണ്ട് വിശ്വസിച്ചു. എന്നാൽ സുവിശേഷത്തിലെ കുഷ്ഠരോഗി വിശ്വാസപൂർവം യേശുവിനെ സമീപിച്ച്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് വിശ്വാസപൂർവം ഏറ്റുപറഞ്ഞപ്പോൾ, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞ് അവനെ തൊട്ടു സുഖപ്പെടുത്തി. തൽക്ഷണം അവനെ കരുണയോടെ തൊട്ടു സുഖപ്പെടുത്തി. നോമ്പിൻ്റെ 3-ാം ഞായറിൽ ശക്തമായ വിശ്വാസത്തിൻ്റെ ഉടമകളാണ് മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ കിടക്കയോടെ യേശുവിൻ്റെ പക്കലേക്ക് ഇറക്കിയത്. നോമ്പിൻ്റെ 4-ാം ഞായറിൽ കാനാൻകാരിയെ തട്ടിയെറിഞ്ഞിട്ടും വിട്ടുമാറാത്ത വിശ്വാസത്തോടെ യേശുവിനെ മുറുകെ പിടിച്ച് പ്രശംസനീയമായ അനുഗ്രഹം പ്രാപിച്ചു. 5-ാം ഞായറിൽ കൂനിയായ സ്ത്രീ ആവലാതിയോ പിറുപിറുപ്പോ കൂടാതെ ദൈവത്തോടുള്ള തൻ്റെ കടമ വിശ്വസ്തയോടെ നിറവേറ്റി. 18 വർഷം പ്രത്യാശയോടെ കാത്തിരുന്നപ്പോൾ യേശു അവളെ തേടിയെത്തി അടുത്തു വിളിച്ചു സുഖപ്പെടുത്തി. അവൾ യാചകരെ പോലെ യേശുവിൻ്റെ പിന്നാലെ പോവുകയായിരുന്നില്ല. നോമ്പിൻ്റെ 6-ാം ഞായറിൽ പ്രതിസന്ധിയുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും മധ്യേ അതിനു പിന്നിൽ ദൈവകരങ്ങളുടെ അത്ഭുതകരമായ ഇടപെടൽ ദർശിക്കാമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലെ ബർത്തമേയോസ് എന്ന അന്ധൻ്റെ കാര്യം ചിന്തിക്കുമ്പോഴും ഒരു പ്രതിസന്ധിക്കും അവനെ യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ കഴിഞ്ഞില്ല. അവൻ ധൈര്യപൂർവം യേശുവിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതിനാൽ യേശുവിനെ മുഖാമുഖം ദർശിക്കാനും തിരിച്ചറിയാനുമുള്ള ഭാഗ്യം അവന് ലഭിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ജന്മന അന്ധനായവൻ്റെ കാര്യത്തിൽ 9:5 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നു, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്.
അതായത് താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അന്ധൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ദൈവത്തെ ദർശിക്കുന്നതിനും അവിടുത്തെ രക്ഷ അനുഭവിക്കുന്നതിനും മനുഷ്യൻ്റെ സഹകരണം അനിവാര്യമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി, സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവനെവിടെ എന്ന് അവർ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. അതായത് യേശുവിൻ്റെ സൗഖ്യദായകമായ ഇടപെടൽ അനുഭവിച്ചെങ്കിലും യേശു ആരെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. മുൻപ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസേയരുടെ അടുത്ത് കൊണ്ടുചെന്നു. യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നത് ഒരു സാബത്ത് ദിവസമാണ്. ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്യുന്നു. ഫരിസേയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചുവെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവിൻ. അവന് പ്രായമായല്ലോ, തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കുവിനെന്ന് പറഞ്ഞത്. അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അവർ ചോദിച്ചു, അവൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത്? അവർ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ? അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു. അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു.
അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. ഈ അന്ധൻ്റെ വിശ്വാസത്തിൽ പടിപടിയായ ഒരു വളർച്ച ദൃശ്യമാണ്. ആദ്യം അവൻ യേശു എന്ന പേരുള്ള ഒരു മനുഷ്യനെന്നാണ് യേശുവിനെ തിരിച്ചറിയുന്നത്. അത് കഴിഞ്ഞൊരു പ്രവാചകനെന്ന്, വീണ്ടും ദൈവത്തിൽ നിന്നുള്ളവനെന്ന്, അവസാനം മനുഷ്യപുത്രൻ എന്നവൻ തിരിച്ചറിയുന്നു. യേശു അവന് കാഴ്ച നൽകിയെങ്കിലും അപ്പോൾ അവൻ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. എങ്കിലും അവൻ യേശുവിൽ വിശ്വസിക്കുകയും അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും അവനെക്കുറിച്ച് സാക്ഷ്യം നൽകുകയും ചെയ്തു. പിന്നീട് മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്നാണ് അവൻ ചോദിച്ചത്. നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ എന്നു പറഞ്ഞുകൊണ്ട് യേശു തന്നെ അവന് പൂർണ്ണമായി വെളിപ്പെടുത്തി. അപ്പോൾ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യഥാർത്ഥ ക്രിസ്താനുഭവം സത്യത്തോടുള്ള തുറവിയിലേക്കും ധൈര്യപൂർവമുള്ള സാക്ഷ്യത്തിലേക്കും നയിക്കും. തന്നെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുമെന്നും തൻ്റെ ജീവൻ പോലും അപകടത്തിലാകുമെന്നും അറിയാമായിരുന്നിട്ടും അവൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തി. അവൻ ഒരു യഹൂദനായിരുന്നിട്ടും ഒട്ടും മടിക്കാതെ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രണമിച്ചു. വിശ്വാസത്തിൻ്റെ പക്വതയിലേക്ക് വളരുമ്പോൾ നാം ഈ ജന്മന അന്ധനായവനെ പോലെ സത്യത്തോടുള്ള തുറവിയുള്ളവരും മടി കൂടാതെ സത്യത്തെ ആശ്ലേഷിക്കുന്നവരും അതേറ്റു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നവരാകും. യേശു അന്ധനെ സുഖപ്പെടുത്തുക വഴി താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന സത്യം പ്രഖ്യാപിക്കുകയായിരുന്നു. സത്യവെളിച്ചമായ മിശിഹായുടെ പ്രവൃത്തികളാണ് ലോകത്തെ മുഴുവനും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും നയിക്കുന്നത്. ഈ പ്രകാശത്തിലേക്ക് വരാത്തവർ ആത്മീയ അന്ധതയിൽ അഥവാ പാപാന്ധകാരത്തിലാണെന്നാണ് ഫരിസേയരോടുള്ള യേശുവിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. യോഹന്നാൻ 9:41. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലെ ബർത്തിമേയോസ് എന്ന അന്ധയാചകൻ്റെ കാര്യം കൂടെ നമുക്ക് ധ്യാന വിഷയമാക്കാം. യേശു ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറിക്കോ വിട്ടു പോകുമ്പോൾ തിമേയൂസിൻ്റെ പുത്രനായ ബർത്തിമേയോസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസറായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. നോക്കുക, അവൻ്റെ വിളി കേട്ട് യേശു പെട്ടെന്ന് നിന്നു. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന പ്രാർത്ഥന ദൈവപുത്രനെ പോലും പിടിച്ചു നിർത്താൻ മതിയായതായിരുന്നു. പ്രിയമുള്ളവരെ,
നമ്മുടെ ജീവിതത്തിലും ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന പ്രാർത്ഥന വളരെ ഫലപ്രദമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്കും ബർത്തമേയോസിനെ പോലെ യേശുവിനോട് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ പുത്രനായ യേശുവേ ഞങ്ങളിൽ കനിയണമേ. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവനുടനെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. അവൻ്റെ സന്തോഷം നോക്കുക. അന്ധനായ അവൻ തുള്ളിച്ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, യേശു അന്ധർക്ക് കാഴ്ച നൽകുന്ന ഈ 2 സംഭവങ്ങളും നൽകുന്ന സന്ദേശങ്ങളും മുൻ ആഴ്ചകളിലെ വായനകളുടെ സന്ദേശങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് നമുക്കും വിശ്വാസത്തിൽ ശക്തിയാർജിച്ചു വളരാൻ പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.